ഹലോ ഗൈസ്, ഇത് ഞങ്ങൾ എവിടെ പോകാന്നറിയാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ താഴ്ഭാഗത്ത് വയലാണ്. അപ്പോൾ ഇതുവഴി ഞങ്ങൾ നടന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് പോവുക, പുറത്തോട്ടൊന്ന് ഇറങ്ങുക. ഇന്ന് വണ്ടിയൊന്നും എടുക്കാതെ ഞങ്ങൾ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുക. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കിക്കൊണ്ട് നോക്കിയാണ്. രണ്ട് സൈഡും ചീനി കൃഷിയുണ്ട്, ഓരോരുത്തർ നടത്തുന്നത്. എങ്ങനെയാണ്? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? അല്ലല്ലോ, ഇവിടെ കുറച്ച് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും ഇവിടെ പയറ് കൃഷി നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അതൊക്കെ പടന്നൊക്കെ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ വെണ്ട കൃഷി. പക്ഷെ മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മുമ്പ് മരച്ചീനി കൃഷി മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പം കോളിഫ്ലവറും കൊണ്ടൊക്കെ നട്ടേണ്ടത് അതുകൊണ്ട് ഇവിടെ കിടക്കുന്നു. കൊള്ളാം, അടിപൊളി. എത്രയോ കാലമായി ഇതുവഴിയൊക്കെ ഒന്ന് നടന്നു പോയിട്ട്. എന്തായാലും നല്ല മനോഹരമായ ആചാരങ്ങൾ. ദേ ഈ പാലം കണ്ടോ? ഈ പോസ്റ്റ് പണ്ട് ചിലപ്പം ഏതെങ്കിലും മരം ഒടിഞ്ഞു വീഴുന്ന തെങ്ങിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ചായിരുന്നു ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിലേക്ക് താഴെ കൂടെയൊക്കെ മഴ പെയ്യുമ്പോഴത്തേനും ഇങ്ങനെ വെള്ളം വീഴുമായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് 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 പതിയെ പോകുമായിരുന്നു. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്. അടിപൊളിയല്ലേ? അവിടെ അവിടെയൊക്കെ അങ്ങ് വീടുകളുണ്ട്. പണ്ട് ഇത്രയും അങ്ങ് ഞരുപുരാന്ന് വീടില്ലായിരുന്നു. അപ്പം ഇഷ്ടമല്ല. കണ്ടപ്പോൾ തോട്ടിലൊന്നും വെള്ളമില്ല. മഴ വരുമ്പോൾ ഇവിടെയൊക്കെ സൂപ്പറാകാണ്. ഞങ്ങളത് ഓട്ടോയിൽ പോവാം. ഗൈസ്, ഞങ്ങളങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഹോമിയോയിൽ പോകാൻ വേണ്ടി വന്നത്, ഹോമിയോ ഹോസ്പിറ്റലിൽ. അപ്പം ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.